ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയായി നിൽക്കണത് എന്നാന്ന് വെച്ചാൽ നമ്മളിന്ന് LF പോവാണ്. അങ്കമാലി LF ഹോസ്പിറ്റലിൽ പോവാണ്. രാവിലെ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് റെഡിയായി ഞാൻ ഇറങ്ങണ സമയമായപ്പോഴും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു കുഞ്ഞു വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന്. അങ്ങനെ ചാലിയും അതുപോലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ ഈ ഒരു എന്താ പറയുക ചെറിയ പെരുന്നാളിന് എടുത്ത ഡ്രസ്സാണ് ഇട്ടേക്കണേ. കോഡ് സെറ്റ് എന്താ പറയുക ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനും ഒരു കോഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു കളറും ഭയങ്കര ഇഷ്ടമായി, ആ ഒരു മെറ്റീരിയലും ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞോളുടെയും ചെറിയ പെരുന്നാളിൻ്റെ ഉടുപ്പാണ് കേട്ടോ. ഇത് എടുത്ത സമയത്ത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ 2-3 കടകളിൽ കയറിയിട്ട് മടുത്തിട്ടാണ് ഈ ഒരു ഉടുപ്പ് എടുത്തിട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ വന്ന് പെരുന്നാളിന് ഇടിയിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. മേടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയും LF പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇത് കാറിൽ കയറാണ്. LF പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉമ്മച്ചി അവിടെ അഡ്മിറ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ LF സ്ഥലമില്ല, ബെഡും റൂമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ എന്തായാലും അന്ന് തന്നെ ഡിസ്ചാർജ് ആയിക്കോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആവും. പക്ഷേ പിറ്റേന്ന് നമ്മൾ വീണ്ടും ചെക്കപ്പിന് ചെല്ലണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവരാനും ഒക്കെ ഇക്ക മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞു ഒന്ന് അവിടെ അഡ്മിറ്റ് ആയിക്കോ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ റൂമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വാർഡ് കിട്ടി, നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയതൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. പിറ്റേന്ന് ചെക്കപ്പ് ചെയ്യുക, പിന്നെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജാണ്. അപ്പോൾ ഉമ്മച്ചിനെ വിളിക്കാനായിട്ട് നമ്മൾ പോണേയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് വാപ്പാക്കുള്ള ചോറും നമ്മൾ കൊടുത്തിട്ടാണ് പോണത്. ആദ്യം ഇക്ക തന്നെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴും ഉമ്മച്ചിനെ ഒന്ന് പോയി കാണാൻ പറ്റുക. ഇന്നിപ്പോൾ ഏതായാലും ഉമ്മച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാർ എടുത്തിട്ടുണ്ട്, ഇക്ക പോവുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നെ ഞാനും പിള്ളേരും കൂടെ അതിലോട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളും കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് പെരുമ്പാവൂർ സിവിൽ സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മുടെ എംപ്ലോയ്മെൻറ്റിന് കാർഡ് ഒന്ന് പുതുക്കാനുണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് ആയിരുന്നു അതിൻ്റെ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതൊന്ന് പുതുക്കിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. നമ്മളവിടെ ചെല്ലുക, കാർഡ് എഴുതി അവിടെ ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് ഇടുക, അവർ വിളിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് സെറ്റ് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാർഡ് പെരുമ്പാവൂരാണുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു കോതമംഗലത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു കാർഡും പിന്നെ അവിടെ ചെന്നിട്ട് ഒരു അപേക്ഷയും വെച്ചാൽ മതി, നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിൽ നമ്മുടെ സീനിയോറിറ്റി പോകുമെന്ന് അറിയത്തില്ല, അതും കൂടെ അറിഞ്ഞിട്ട് വേണം നമുക്ക് കോതമംഗലത്തേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ പിന്നെ വന്ന് പുതുക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോയപ്പോൾ ഭയങ്കര എന്താ പറയുക നൊസ്റ്റുമായിരുന്നു. കാരണം ഞാൻ +1ഉം +2ഉം ഗവൺമെൻറ് ബോയ്സ് പെരുമ്പാവൂരാണ് കേട്ടോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് സ്കൂളുള്ളത്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ എന്താ പറയുക ബസ് കയറാനും പോകുന്നതും വന്നതും നിൽക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഓർമ്മകളായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്ത 2 വർഷങ്ങളായിരുന്നു +1ഉം +2 കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കൂടെ പഠിച്ച ആരും തന്നെ എൻ്റെ കൂടെ ബോയ്സിലുണ്ടായിരുന്നില്ല, ഞാൻ തനിച്ചായിരുന്നു. പല സ്കൂളിലെ കുട്ടികളൊക്കെ ആയിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം നുസ്രത്തിൽ തന്നെ VHSC എടുത്തും അതുപോലെ തന്നെ ഗേൾസിലൊക്കെ ആണ് പഠിക്കാനായിട്ട് പോയത്. എനിക്ക് കിട്ടിയത് ബോയ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു എൻ്റെ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. ആ ഒരു 2 വർഷം സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര മനോഹരമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ കാലടി എത്തി കഴിഞ്ഞപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ആ ഒരു സ്തൂപം കണ്ടു കേട്ടോ. അന്നേരം ഞാനും മിക്കായും ഒക്കെ എന്താ പറയുക പഴയ കാലത്ത് ഓർമ്മകളൊക്കെ അയവറക്കാണ് ഞങ്ങളെ മക്കളോടൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ സ്കൂളിൽ ടൂറായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ്. പണ്ട് 4, 5, 6 ആ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മക്കളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവസാനം നമ്മുടെ അങ്കമാലി LF അപ്പോൾ ആദ്യത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കണ്ണിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക്. ഞാൻ ആദ്യമായിട്ട് വന്നത് നമ്മുടെ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതിനാണ് വന്നത്. അതൊരു ദിവസം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ 3ാമത്തെ ആളെ മുഹമ്മദിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ അയാൻ്റെ കണ്ണിൽ എന്താ പറയുക അടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കോലും കൊണ്ടിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി LF വന്നു. രാവിലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെന്നല്ല, അതും ആ ഒരു കൊറോണ സമയത്തായിരുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ വന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ചെക്കപ്പിന് വന്ന സമയത്താണ് ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. കൊറോണ ആയതുകൊണ്ട് തന്നെ എന്നെ കയറ്റിയില്ല. എന്നിട്ട് ഞാൻ പുറത്തിരുന്നു, ഇക്കകത്തേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ LF വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ വരണത്. അങ്ങനെ ഇക്കതേ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാനും പിള്ളേരും കൂടെ അവിടെ കാഷ്വാലിറ്റിയുടെ അവിടെ വെയിറ്റ് ചെയ്ത്
നിൽക്കാൻ കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും വരാതായപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് എന്നാൽ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് ഒരു മാംഗോ ജ്യൂസും പിന്നെ അതുപോലെ തന്നെ കൊച്ചിന് കൊടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞോക്ക് കൊടുക്കാനായിട്ട് ഒരു ബിസ്ക്കറ്റും പിന്നെ കുറച്ച് പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മിക്ക വന്നു കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിളിച്ചാൽ കിട്ടത്തില്ല, അതൊരു ഭയങ്കര പ്രശ്നമാണ്, റേഞ്ച് ഭയങ്കര പ്രശ്നമാണ് അങ്കമാലിയിൽ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടി. ലാസ്റ്റ് ഞങ്ങളിതേ പോവുകയാണ്, റൂമിലേക്ക് പോവുകയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ഇൻഷുറൻസിൻ്റെ അവിടെ ചെന്നിട്ട് ഇൻഷുറൻസ് റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഉമ്മച്ചിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ അത് റെഡി ആയാലാണ് നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളിതേ ലിഫ്റ്റിൽ കയറി പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞോള് പ്രശ്നക്കാരിയായി തുടങ്ങിയിട്ടുണ്ട്, ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ആ സ്വിച്ചൊക്കെ കാണിച്ചു കൊടുത്ത് ആളൊന്ന് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം റൂമിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആണ്, അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഉമ്മച്ചി നഴ്സൊക്കെ കൂടിയിട്ട്. അങ്ങനെ അതേ വാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മച്ചിനെ നോക്കാനായിട്ട് കൊച്ചാപ്പാടെ ഭാര്യയായിരുന്നു കേട്ടോ വന്ന് നിന്നത്. അപ്പോൾ എളിയമ്മ ഉണ്ടായിരുന്നു. പിന്നെ അതേ ആ സമയത്താണ് നമ്മുടെ പിള്ളേരുടെ കയ്യിലൊരു ടോയ് ഇരിക്കണ കണ്ടത്. ക്യാമറയൊക്കെ എന്തോ മിഠായിയുടെ ഒപ്പം കിട്ടിയതാണ്, പിള്ളേരെ പറ്റിക്കാനായിട്ട് എന്തോ വാപ്പ കൊടുത്തതായിരിക്കും മിക്കവാറും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ കുഞ്ഞോള് അതിൽ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എടുത്തുകൊണ്ട് കുറച്ച് നേരം പുറത്തു പോയി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ മുഹമ്മദ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റീൽ കമ്പിയുടെ മുകളിൽ കയറി നിൽക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്കും എളിയമാക്കും അങ്ങ് പേടിയായിട്ട് കാരണം താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഒരു 3-4 നിലയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടിയാവും കേട്ടോ. അവസാനം എളിയമ്മ പറഞ്ഞു എൻ്റെ പൊന്നു സിമി നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് പോന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഉമ്മച്ചിക്കും എളിയമാക്കും പിന്നെ ഇക്കാക്കും സാധാ ഊണാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും പിള്ളേർക്കും ഗീ റൈസും പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയാണോ ചിക്കൻ കറിയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഭേഷായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയെങ്കിലും ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോൾ അങ്ങ് നടക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇടങ്ങേറാക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം നേരെ കാണുന്നത് ബാത്റൂമാണ്. അപ്പോൾ അവൾക്ക് ബാത്റൂമിലേക്ക് പോകണം. നമ്മൾ പോയി എടുത്തുകൊണ്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ എടുത്തുകൊണ്ട് വരും. അവളാണെങ്കിൽ കയ്യിൽ ഇരിക്കുന്നുമില്ല. നമ്മുടെ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയാലാണ് ഡിസ്ചാർജ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഇക്ക പറഞ്ഞു നമുക്കെന്നാൽ പെരുമ്പാവൂർക്ക് പോകാം. ഇക്കാണെങ്കിൽ ഇന്ന് പോലീസിൻ്റെ കളിയുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്നാൽ ഒന്നിച്ചങ്ങ് പോകാം. എനിക്കാണെങ്കിൽ പെരുമ്പാവൂരുള്ള ഫിറ്റ് വെല്ലി കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ കൊച്ചിൻ്റെ ഉടുപ്പുമ്പോൾ പിടിപ്പിക്കാനുള്ള കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. പെരുമ്പാവൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഫിറ്റ് വെല്ല് അത്രയും ഫേമസ് ആണ് ആ ഒരു കട. കാരണം തയ്യലിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയാണ് കേട്ടോ. ഞാൻ ഒത്തിരി നാളായി ആ കടയിൽ പോയിട്ട്. കാരണം നമ്മൾ കോതമംഗലത്തേക്ക് പോകുന്നതിന് ശേഷം പിന്നെ നമ്മൾ കോതമംഗലത്ത് ഏതെങ്കിലുമൊക്കെ ഷോപ്പിലേക്കല്ലേ പോകത്തുള്ളൂ, പെരുമ്പാവൂർ അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇന്ന് ഏതായാലും 2-3 കാര്യങ്ങൾ നടത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇക്കടെ കൂടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ താഴെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, വണ്ടി എടുക്കാനായിട്ട് ഇക്ക അങ്ങ് പോയേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാറിയിട്ടാണ് ആ ഒരു പാർക്കിംഗ് ഏരിയ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇക്ക വന്ന് വണ്ടി കയറി ഞങ്ങൾ തിരിച്ച് നമ്മൾ പെരുമ്പാവൂർക്ക് പോരാണ്. ഞാൻ സാലിനെയും വെൽഫിറ്റിൽ ഇറക്കി വിട്ടിട്ട് ഇക്ക നേരെ ആശ്രമം സ്കൂളിലേക്ക് പോയിട്ടോ. അവിടെ വെച്ചിട്ടാണ് ക്രിക്കറ്റ് കളി നടക്കുന്നത്. ഓൾറെഡി സമയം ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് പോയിട്ടോ. അപ്പോൾ വെൽഫിറ്റ് എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ ഉള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. കാരണം തയ്യലിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. കട വളരെ ചെറുതാണെങ്കിലും ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് മേടിച്ചാലാണ് ഒരു തൃപ്തിയുള്ളൂ. പക്ഷേ നമ്മൾ കോതമംഗലത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് നമ്മുടെ കുഞ്ഞോൾക്ക് ബർത്ത്ഡേക്ക് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഉടുപ്പിന് പറ്റിയ കുറച്ച് ഫ്ലവറും കുറച്ച് സ്റ്റോണും ലൈസും ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞോൾ ഭയങ്കര കരച്ചിലായിട്ടോ. പിന്നെ ഞാൻ എടുത്താലേ സമ്മതിക്കുള്ളൂ. അപ്പോൾ എനിക്ക് നോക്കി എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഈ ഒരു ഫ്ലവർ അങ്ങ് മേടിച്ചു കേട്ടോ. കാരണം നമുക്ക് കണ്ടുപിടിക്കണം, നല്ല നല്ല ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ ഒത്തിരി തിരഞ്ഞു പിടിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞോളെ ഇറക്കി വിട്ടപ്പോൾ എല്ലാം എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് 2-3 സാധനങ്ങളൊക്കെ അങ്ങ് സെലക്ട് ചെയ്ത് മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കട ചെറുതാണെങ്കിലും ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ആ ഒരു കട തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി ഒരു കടയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് ആശ്രമം സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്ന ഒരു ഇക്കായാണെന്നുള്ള കാര്യം മനസ്സിലായത്. എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ എന്നോട് സിദ്ധിയുടെ പെങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരത്തെ ആശ്രമം സ്കൂളിലെത്തി. അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുട്ബോളിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ആശ്രമ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഓൾറെഡി അവിടെ പിള്ളേരും കോച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഹമ്മദിന് എന്തായാലും ഒരു ടൈം പാസ്സായി. അവിടെ ചെന്നപ്പോൾ തന്നെ ഫുട്ബോൾ ഒരെണ്ണം കിട്ടി, അത് തട്ടിക്കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അയാനും മുഹമ്മദും കൂടെ അവിടെ ഫുട്ബോൾ തട്ടിക്കളിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കര ഒരു റിസ്ക് ആയിരുന്നു, കാരണം അവരെയും ശ്രദ്ധിക്കണം, പിന്നെ നമ്മുടെ കുഞ്ഞോളെയും നോക്കണം, ഇതിൻ്റെ ഇടയിൽ ഇവരുടെ ടീമിൻ്റെ ക്രിക്കറ്റ് കളിയും കാണണം, എല്ലാം കൂടി ഭയങ്കര റിസ്ക് ഒക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ഇതുവരെ ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ. ഫുട്ബോൾ നമ്മൾ ടർഫിലൊക്കെ പോയിട്ട് ഒരുപാട് തവണ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ അവരുടെ ബാറ്റിംഗ് ആയിരുന്നു, ഇക്കാടെ ടീമിൻ്റെ ആയിരുന്നു ആദ്യത്തെ ബാറ്റിംഗ്. ഇത് പോലീസിൻ്റെ കളിയാണ് കേട്ടോ. കുഞ്ഞോളും സാലിയും കൂടെയും അവിടെ ഇരുന്ന ഒരു ബൈക്കിൽ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞോളാണെങ്കിലും നിലത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഓടി നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമ്പോൾ കയറ്റി ഇരുത്തിയേക്കണയാണ്. അങ്ങനെ കളിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് ഇക്കായും ആയിരുന്നു. ഇക്കായും വിനുരാജേട്ടനായിരുന്നു കേട്ടോ ഫസ്റ്റ് ബാറ്റിംഗ്. അടിപൊളി കളിയൊക്കെ ആയിരുന്നു. സത്യത്തിൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചായിട്ടോ, എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്ത. ഇനി ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒത്തിരി നാളായല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. ഈ പെണ്ണത് നൽകിക്കൂട്ടോ നിർത്തുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് എടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. ഇക്കടെ ബാറ്റിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇക്ക ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ, അതാണ് ആളിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേ നമ്മുടെ മുഹമ്മദ് ആ സാർമാരോടൊക്കെ ചെന്ന് സോപ്പിട്ട് അവരുടെ ബാറ്റൊക്കെ മേടിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ചിരി വന്നിട്ട് വേണ്ടായില്ല, കാരണം നമ്മുടെ അയാൻ്റെ അത്രയുണ്ട് ആ ബാറ്റ്. എന്നിട്ട് അതെടുത്തിട്ട് അവർ കളിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കളിക്കുവാണെങ്കിൽ നമുക്കൊരു നോട്ടവും കിട്ടും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ബോളിട്ടും ബാറ്റിട്ടും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ബാറ്റിംഗ് കഴിഞ്ഞു, പിന്നെ ബോളിംഗ് ആയിരുന്നു. പിന്നെ ബോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവസാനം ഞങ്ങൾ വീട്ടിലേക്കല്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കളി തീർന്നിട്ടില്ല കേട്ടോ, പക്ഷെ നമുക്ക് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വെളി വന്നു തുടങ്ങി. അവിടെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇക്കടെ ബോളിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോന്നു കേട്ടോ. ഏകദേശം കളി ജയിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. നമ്മുടെ ഈ കളി ജയിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്കമാലി ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ എൻ്റെ വിചാരം ചെന്നിട്ട് വേഗം ഉമ്മച്ചിനെയും എളിമാനെയും വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോരാമെന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അകത്തേക്ക് വരുന്നില്ല, ഞാൻ കാറിലിരുന്നോളാം, ഞാനും പിള്ളേരും കാറിലിരുന്നോളാം, വേഗം വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവിടെ ചെന്ന് ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് വേണം ഡിസ്ചാർജ് ആവാൻ എന്നുള്ളത്. സത്യം പറഞ്ഞ മുഹമ്മദ് എന്നെ അവിടെ ഇട്ട് ഈക്ഷ ഇത്രയൊക്കെ വരപ്പിച്ചു, കാരണം അവന് ഓട്ടം തുടങ്ങി, പിന്നെ അവൻ്റെ പുറകെ ഓടേണ്ടി വന്നു. അങ്ങനെ ഒരു വിധത്തിൽ എന്താ പറയുക അവരെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോയി, എൻ്റെ വീട്ടിലേക്ക് ഉമ്മച്ചീനെ എളിമാനെയും കൊണ്ടുപോയി ആക്കി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് നമ്മൾ കോതമംഗലം കഴിഞ്ഞ സമയത്ത് മസാഫി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. പെരുമ്പാവൂർ മൂന്നാർ റൂട്ടിൽ നെല്ലിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഹോട്ടലിൽ കയറുന്നത്, പുതിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കൽ നടപടിയില്ല, കാരണം ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് മുതൽ ഞാൻ ഏതായാലും ഡയറ്റൊക്കെ തുടങ്ങാമെന്ന് ഓർത്തേക്ക്. അതുകൊണ്ട് ഇന്ന് നോൺ വെജ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഗീ റൈസും പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെ ഒരു കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിള്ളേർ പൊറോട്ടയും പിന്നെ ചിക്കൻ ഫ്രൈയും പറഞ്ഞ്. ഇക്ക പുട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഗീ റൈസ് എനിക്ക് തോന്നുന്നു ഉച്ചത്തെ ആയിരുന്നു, അതുകൊണ്ട് അതിന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. രാത്രി ആയപ്പോഴേക്കും തണുത്തിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നിട്ട് അത് ഒരു വിധത്തിൽ കുറച്ച് കഴിച്ചു എന്ന് മാത്രം. പൊറോട്ട അടിപൊളി നല്ലതായിരുന്നു കേട്ടോ. പൊറോട്ട ഹെൽത്തി അല്ല, പക്ഷെ പൊറോട്ട കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പുട്ടും നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു, നല്ല സോഫ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞോൾക്ക് നമ്മൾ ഗീ റൈസ് കൊടുത്തു കേട്ടോ. ഗീ റൈസ് അവർക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഗീ റൈസ് കൊടുത്തു. കുഞ്ഞോൾക്ക് ഇക്ക തന്നെ വാരി കൊടുത്തു കുറച്ചൊക്കെ. അത് കഴിഞ്ഞ് മുഹമ്മദ് തന്നെ കഴിച്ചോളും, അയാനും തന്നെ കഴിച്ചു. നെയ്ച്ചോറ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല ഫുഡായിരുന്നു. ആ ബീഫിൻ്റെ കറിയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിലും അവർ നമ്മളോട് ചോദിച്ചു കേട്ടോ, അഭിപ്രായമൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗീ റൈസ് മാത്രം അത്ര ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് ലാസ്റ്റായിരുന്നു, ഗീ റൈസ് തീർന്നായിരുന്നു, അതാണ് അങ്ങനെ പറ്റിയെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ 2-3 ലൈമും കൂടെ പറഞ്ഞു കേട്ടോ. കുഞ്ഞോളാണെങ്കിൽ ഒരു രീതിയിലും സമ്മതിക്കണില്ല. കുറേ നേരം ഞാൻ എടുക്കും, കുറച്ച് നേരം ഇക്ക എടുക്കും, അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നു.
പോന്നു കഴിയുമ്പോൾ നങ്ങേലിപ്പടിക്ക് പെനിയുടെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. അവിടെ കയറിയിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടും കുറേ നാളായി, എന്നാൽ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. സത്യത്തിൽ നല്ല മഴയും തണുപ്പും ഒക്കെയാണ് കേട്ടോ. എന്നിട്ടാണ് ഐസ്ക്രീം മേടിക്കാൻ കയറിയേക്കുന്നത്. അങ്ങനെ ഓരോ ഫ്ലേവറും നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുത്തു. സാലിക്ക് സ്നിക്കേഴ്സിൻ്റെ ഒക്കെ മേടിച്ചു. ഞാൻ പൊതുവേ അവോക്കാഡോ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടാണ് മേടിക്കാറ്. ഇന്ന് അവോക്കാഡോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ടെൻഡർ കോക്കനട്ട് എടുത്തു. ഇക്ക ഈ തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് ബ്ലൂബെറിയുടെയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ഇക്ക അതും എടുത്തു. പിന്നെ പിള്ളേർ സ്നിക്കേഴ്സിൻ്റെ കിറ്റ്കാറ്റിൻ്റെ അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് കേട്ടോ എടുത്തത്. നല്ല ഐസ്ക്രീമാണ് കേട്ടോ ഇവരുടെ, നല്ല സൂപ്പർ. സാലി എടുത്തത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ടേസ്റ്റ് ചെയ്യാൻ അവനും കൊടുക്കണം കേട്ടോ. അങ്ങനെ കുഞ്ഞോളൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വായിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ പുള്ളിക്കാരി അത് കൈ കിട്ടാതെ സമ്മതിക്കില്ല കേട്ടോ. ഭയങ്കര കരച്ചിലായി. പിന്നെ അവസാനം ഞാൻ കുഞ്ഞോക്കടെ കൈ കൊടുത്തു. അങ്ങനെ ദേ കുഞ്ഞോളിരുന്ന് എൻ്റെ ഐസ്ക്രീം കഴിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ മുഹമ്മദിന് വീണ്ടും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഐസ്ക്രീം അത്ര വിലയുടെ മേടിക്കൊന്നും വേണ്ട, ഐസ് വേണമെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു. അതാകുമ്പോൾ ഭയങ്കര റേറ്റും കുറവാണല്ലോ. എന്നാൽ പിന്നെ ഐസ് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ പൈനാപ്പിളിൻ്റെ ഐസ് പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് ക്രീം ഉണ്ടാവത്തില്ല, ഐസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ അതും മേടിച്ചു. പൈനാപ്പിളിൻ്റെ ആയിരുന്നു 2 മേടിച്ചു. ഞങ്ങളെല്ലാവരും കൂടെയും കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പ് നമ്മുടെ നങ്ങേലി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. അന്നേരം നമുക്ക് നോക്കാനുള്ള സമയമാണ്, ധൃതി പിടിച്ചല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു ഉടുപ്പ് നമ്മൾ തയ്ച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടേക്കാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.